ഹായ് മക്കളെ, ഈ ചോദ്യം എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ദാ ശ്രദ്ധിക്കൂ. ഈ ചോദ്യം ഇത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് റിസൾട്ട് എന്ന് പറയുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, അതോടൊപ്പം തന്നെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ, ഇതേ രൂപത്തിലുള്ള റിസൾട്ടുകൾ തന്നെയാണ്. ആ റിസൾട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ദാ ഇവിടെ നോക്കി, ഇത് സൈൻ 7x കോസ് 13x. അപ്പം ഇത് തമ്മിലൊന്ന് ആഡ് ചെയ്ത സൈൻ എ കോസ് ബി. കണ്ടോ, ഈ നമുക്കറിയാം ഇവിടെ വരുന്ന ഈ സൈൻ 7x കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ ഈ കോസ് കൊണ്ട് ഇവനെയും മൾട്ടിപ്ലൈ ചെയ്യാം, ഇവനെയും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. നമ്മളിപ്പോ ചെയ്യുന്നത് ആദ്യം സൈൻ 7x കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ സൈൻ എ കോസ് ബി ആയി. ഇനി നമുക്ക് വേണ്ടത് കോസെ സൈൻ ബി. കണ്ടോ, ഇത് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, കോസെ സൈൻ ബി. അപ്പൊ ഒന്ന് പറഞ്ഞ്, സൈനെ കോസ് ബി പ്ലസ് കോസെ സൈൻ ബി. കണ്ടോ, സൈനെ കോസ് ബി പ്ലസ് പ്ലസ് അല്ലല്ലോ, ഇവിടെ മൈനസ് അല്ലേ വരിക. സൈനെ കോസ് ബി അടുത്തത് മൈനസ് കോസെ സൈൻ ബി. കണ്ടോ, സൈനെ കോസ് ബി മൈനസ് കോസെ സൈൻ ബി എന്ന് പറഞ്ഞാൽ ആരാ, സൈനെ കോസ് ബി മൈനസ് കോസെ സൈൻ ബി എന്ന് പറഞ്ഞാൽ അത് സൈൻ ഓഫ് എ മൈനസ് ബി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിസൾട്ട് വരുന്നത് സൈൻ ഓഫ് 7x മൈനസ് 13x/2 എന്നാണ്. ഇനി അടുത്ത റിസൾട്ട് നോക്കാം. അടുത്ത റിസൾട്ട് പറയുന്നത് സൈനെ സൈൻ ബി. കണ്ടോ, സൈനെ സൈൻ ബി ഇൻറ്റു കോസെ കോസ് ബി ആണ്. കോസെ കോസ് ബി, സൈനെ സൈൻ ബി ഇൻറ്റു കോസെ കോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചെഴുതാം. കോസെ കോസ് ബി അവിടെ പ്ലസ് തന്നെയാണുള്ളത്, പ്ലസ് ഒന്നുകൂടെ നോക്കിക്കോ, കോസെ കോസ് ബി പ്ലസ് സൈനെ സൈൻ ബി. കണ്ടല്ലോ, അപ്പൊ അത് വരുമ്പോ കോസെ കോസ് ബി പ്ലസ് സൈനെ സൈൻ ബി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുമ്പോൾ കോസ് ഓഫ് എ മൈനസ് ബി ആണ്. അപ്പൊ ഇവിടെ റിസൾട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് എഴുതാം, കോസ് ഓഫ് പ്ലസ് ആണ്, ഇത് പ്ലസ് കോസ് ഓഫ് 7x മൈനസ് 13x/2. കണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വില സൈൻ ഓഫ് 14x മൈനസ് 13x എന്ന് പറയുമ്പോൾ x/2 വരും, പ്ലസ് കോസ് ഓഫ് 14 മൈനസ് 13 എന്ന് പറയുമ്പോൾ അതും x/2 വരും. നമുക്കറിയാം സൈൻ x/2 പ്ലസ് കോസ് x/2 എന്ന് പറഞ്ഞാൽ അതിന്റെ വില റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് എന്നാണ്. ഈ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് x/2 പ്ലസ് സൈൻ x/2. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു കോട്ട് എക്സ് എന്ന് പറയുന്നത് 5/12 ആണ്. ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്താൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആംഗിൾ എക്സ് എന്ന് വിചാരിക്കും. കോട്ട് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ ഇവിടുത്തെ വില എത്ര ഇടും, റൂട്ട് ഓഫ് 12ന്റെ സ്ക്വയർ 144 പ്ലസ് 5ന്റെ സ്ക്വയർ 25. സോ ദാറ്റ് ഈസ് ഈക്വൽ 169 എന്ന് പറഞ്ഞാൽ 13 കിട്ടും അല്ലെ. അത് മാത്രമല്ല ഈ എക്സ് ലൈ ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കിയേ, എക്സ് ബിലോങ്സ് ടു പൈ കോമ 3π/2 ആണ് എന്ന് പറഞ്ഞാൽ അത് തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താ, ടാനും കോട്ടും മാത്രം പോസിറ്റീവ്, ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആകുന്ന സ്ഥലമാണ്. അപ്പൊ ഈ സൈൻ എന്ന് പറയുന്ന വാല്യൂ ഓൾറെഡി നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ സൈൻ എക്സിന്റെ വില എങ്ങ് കാണാം, സൈൻ നെഗറ്റീവ് ആയിരിക്കും, അപ്പൊ മൈനസ് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്, 12/13 ആണ്. അപ്പൊ ആ വാല്യൂ ഇവിടെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റൂട്ട് ഓഫ് 1 മൈനസ് 12/13 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/13. The answer is equal to 1/√13 എന്ന് കിട്ടും. 1/√13 തേർഡ് ഓപ്ഷൻ ആണ്. റെഡി ആണല്ലോ, ഓക്കെ.